നമസ്കാരം. ഇന്നത്തെ വീഡിയോ ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയെ പറ്റിയാണ്. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ഒരു ഹിന്ദി നിബന്ധകാരാണ്, ആലോചകാണ്, ഉപന്യാസകാരുമാണ്. രാംചന്ദ്ര ശുക്ലജി കഴിഞ്ഞാൽ ഹിന്ദി സാഹിത്യത്തിലേക്ക് കടന്നുവന്ന അടുത്ത വലിയ ആലോചകമായിട്ടാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ലളിത് നിബന്ധകാരാണ്. ഹിന്ദി സാഹിത്യത്തിൽ ലളിത് നിബന്ധം എന്ന് പറഞ്ഞൊരു കണ്ടംപററി എസ്സേ റൈറ്റിംഗ് സ്റ്റൈൽ പോപ്പുലറൈസ് ചെയ്ത ഇദ്ദേഹമാണ്. എന്ന് വെച്ചാൽ ഒരു സാധാ ടിപ്പിക്കൽ 5 പാരഗ്രാഫ് എസ്സേ അല്ലാതെ ബാക്കി ജോണറുകൾ, അതായത് കവിത, ഓർമ്മക്കുറിപ്പ്, റിസർച്ച്, ഇതിൽ നിന്നെല്ലാം ഓരോ അംശങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു കണ്ടംപററി എസ്സേ റൈറ്റിംഗ് ടൈപ്പാണ് ലളിത് നിബന്ധം. ഇദ്ദേഹമാണ് അത് പോപ്പുലറൈസ് ചെയ്തത്. പിന്നെ അദ്ദേഹം നോവലിസ്റ്റുമാണ്. 4 നോവൽ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജനനം 1907 ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിലെ ഓച്ച്വലിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി പരമ്പരാഗതമായി വക്കീലന്മാരായിരുന്നു. അപ്പം ഭയങ്കര പട്ടിണിയിലായിരുന്നു ആ സമയം. അറിയാലോ, ഇന്ത്യയിൽ കേസൊക്കെ വാദിച്ചാലും ജയിച്ചാലും കൊടുക്കാനൊക്കെ ആൾക്കാരുടെ പൈസയൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ജനിച്ചു വീണ ദിവസം ഇവർക്ക് ഏതൊരു കേസ് ഇവരുടെ ഫാമിലി ഒരു വലിയ കേസ് വാദിച്ച് ജയിച്ചു. അപ്പോൾ ആ കക്ഷി ഇവർക്ക് ഒരു 1000 രൂപ പ്രതിഫലമായിട്ട് കൊടുത്തു. അന്നത്തെ 1000 രൂപ എന്ന് പറഞ്ഞാൽ വരെ അറിയാലോ. അപ്പോൾ ജനിച്ചു വീണപ്പോൾ തന്നെ 1000 രൂപയായിട്ട് വന്ന പയ്യൻ അല്ലെ കുഞ്ഞ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഹസാരി പ്രസാദ് എന്ന് വെച്ചത്. 1000, ഹസാർ എന്ന് വെച്ചാൽ 1000. ശരിക്കുള്ള ഇദ്ദേഹത്തിൻ്റെ പേര് ഭോലാനാഥ് എന്നാണ്, വീട്ടിൽ വിളിക്കുന്ന ബൈജനാഥ്. പക്ഷേ പോപ്പുലറായിട്ട് പിന്നെ അദ്ദേഹം ഉപയോഗിച്ച പേര് ഹസാരി പ്രസാദ് ദ്വിവേദി എന്നാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ രസകരമായൊരു കഥയുണ്ട്. ഇദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രൊമനൻ്റ് ആയിട്ടൊന്നാണ് ആദികാൽ എന്നുള്ള കൺസെപ്റ്റ്. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ രചനാ സമയം, ആദികാൽ, മധ്യകാൽ, രീതികാൽ, ആധുനികാൽ എന്നാണല്ലോ. അതിൽ ആദ്യത്തേന് ഉള്ള ആ ടൈമിന് ആദികാൽ, അതിന് പല പേരുണ്ട്. വീരഗാഥാകാൽ, അങ്ങനെ ഓരോരോ ആലോചക വന്ന് ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ആദികാൽ എന്നുള്ള പേര് കൊടുക്കുന്നതിൽ ഇദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. കൊടുത്തിട്ട് നഗേന്ദ്രമുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് 1957 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിൽ മിത്തിന് മിഥക് എന്നുള്ള ശബ്ദം കോയിൻ ചെയ്തത് ഇദ്ദേഹം തന്നെയാണ്. അതിനു മുമ്പ് നമ്മുടെ മിത്തിന് മിഥെന്ന് തന്നെയായിരുന്നു ഹിന്ദി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് മിഥക്കാക്കിയത് ഇദ്ദേഹമാണ്. പിന്നെ ആകാശ് ധർമ്മ, അതായത് ആകാശം മുട്ടുന്ന എന്നുള്ളൊരു വേർഡ് ഹിന്ദിയിൽ കോയിൻ ചെയ്ത് ഇദ്ദേഹമാണ്. അപ്പം രാമാനന്ദ്, തുളസീദാസിന്റെ ആ പരമ്പരയിലെ മൂത്ത ആചാര്യനായ രാമാനന്ദിനെ ആകാശധർമ്മ ആചാര്യൻ ഇദ്ദേഹം വിളിച്ചു. അന്ന് തൊട്ട് ആകാശധർമ്മ എന്നുള്ളൊരു വാക്ക് ഹിന്ദി ശബ്ദാവലിയിലേക്ക് കയറി വന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫേവററ്റ് കവി കബീർദാസ് ആണ്. ഫേവററ്റ് എറ മധ്യകാലാണ്, അതായത് ഭക്തികാലാണ്. ഇദ്ദേഹം ഒരുപാട് ആലോചന ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്, 4 ഉപന്യാസം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആലോചനയിൽ ഏറ്റവും ആദ്യത്തെയാണ് സൂർ സാഹിത്യം. 1936 എഴുതിയ സൂർ സാഹിത്യമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ആലോചനാത്മക രചന. അത് കഴിഞ്ഞ് ഹിന്ദി സാഹിത്യക്ക് ഭൂമിക 1940. 1936 സൂർ സാഹിത്യം കഴിഞ്ഞ് ഹിന്ദി സാഹിത്യക്ക് ഭൂമിക 1940. അത് കഴിഞ്ഞ് പ്രാചീൻ ഭാരത് കെ കലാത്മക് വിനോദ് 1952. പ്രാചീൻ ഭാരത് കെ കലാത്മക് വിനോദം എന്ന് പറഞ്ഞൊരു ആലോചനാത്മക രചന എഴുതി. അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട് കബീർദാസിനെ പറ്റിയുള്ള ഒരു വളരെ നല്ല പുസ്തകമാണ്. കബീർദാസിനെ വളരെ നന്നായിട്ട് വിവേചനം ചെയ്തിട്ടുണ്ട്. 1942. പിന്നെ നാദ് സമ്പ്രദായം 1950. പിന്നെ ഹിന്ദി സാഹിത്യക ആദികാൽ 1952. ഇതൊരു പ്രസംഗമാണ് ശരിക്കും പറഞ്ഞത്. ബീഹാർ രാഷ്ട്രഭാഷാ പരിഷത്തിന്റെ ഉദ്ഘാടനത്തിൽ ഇദ്ദേഹം പറഞ്ഞ 5 പ്രസംഗങ്ങൾ എടുത്ത് ബുക്കാക്കിയതാണ് ഹിന്ദി സാഹിത്യക ആദികാൽ 1952. അതിൽ നിന്നാണ് അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യത്തെ പീരീഡിനെ ആദികാൽ എന്ന് വിളിച്ചത്. പിന്നെ ആധുനിക് ഹിന്ദി സാഹിത്യക് പർ വിചാർ 1949. സാഹിത്യക മർമ്മ് 1949. മേഘദൂത് എക് പുരാരി കഹാനി 1957. കാളിദാസിന്റെ മേഘദൂത് എടുത്ത് അതിനെ വിവേചനം ചെയ്തിരിക്കുകയാണ്. പിന്നെ ലാളിത്യ തത്വ 1962. സാഹിത്യ സഹചർ 1965. കാളിദാസ് കി ലാളിത്യ യോജന, ഫേമസ് ബുക്കാണ്, 1965. കാളിദാസിന്റെ ആ കാവ്യങ്ങളെയുള്ള നിരൂപണം. പിന്നെ മധ്യകാലീൻ ബോധ് കാ സ്വരൂപ് 1970. ഹിന്ദി സാഹിത്യക ഉദ്ഭവ് ഓർ വികാസ് 1952. പിന്നെ സഹജ് സാധന 1963. ഇത്രയാണ് ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ആലോചനാത്മക് രചനകൾ. ഇദ്ദേഹം തൻ്റെ കണ്ടംപററീസിനെ പോലെ ഹിന്ദി സാഹിത്യക ഇതിഹാസം എഴുതിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു 3 പ്രസംഗങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞ ആലോചനയിലുള്ള 3 എണ്ണം, ഹിന്ദി സാഹിത്യക്ക് ഭൂമിക, ഹിന്ദി സാഹിത്യക്ക് ആദികാൽ, പിന്നെ ഹിന്ദി സാഹിത്യ ഉദ്ഭവ് ഓർ വികാസ്, ഈ 3 എണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി സാഹിത്യത്തിന്റെ ആദികാലം തൊട്ട് മധ്യകാലം വരെയുള്ള നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും.
അതുകൊണ്ട് തന്നെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ 3 രചനകൾ സാഹിത്യ ഇതിഹാസമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ്. പിന്നെ നിബന്ധ സംഗ്രഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ 1948 എഴുതിയതാണ് അശോക് കെ ഫൂൽ. 1948 അശോക് കെ ഫൂൽ. പിന്നെ 1951 എഴുതിയ കൽപ്പലത. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിബന്ധ സംഗ്രഹമാണ്. എനിക്ക് ഏറ്റവും ഫേമസ് കൽപ്പലതയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അകത്തെ കുറേ നിബന്ധങ്ങളാണ് പഠിക്കാനൊക്കെ സിലബസിലൊക്കെ വയ്ക്കാറുള്ളത് സാധാരണ. കൽപ്പലത 1951. അത് കഴിഞ്ഞ് മധ്യകാലീൻ ധർമ്മസാധന 1952. പറഞ്ഞല്ലോ പുള്ളിയുടെ ഫേവററ്റ് എറ ഭക്തികാലാണ്. അപ്പോൾ അദ്ദേഹം കൂടുതൽ എഴുതിയേക്കുന്ന ആ ഭക്തികാലിനെ പറ്റിയാണ്. 1954 വിചാർ ഓർ വിതർക്ക്. 1954 വിചാർ ഓർ വിതർക്ക്. നോട്ട് ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ വിചാർ ഓർ എന്ന് പറഞ്ഞ പേരിൽ വേറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. വിചാർ ഓർ വിവേചൻ, വിചാർ ഓർ നഗേന്ദ്രനും അതുപോലെ 2 ഉണ്ട്. അപ്പം മാറിപ്പോയത് വിചാർ ഓർ വിതർക്ക്. അപ്പം ചിലപ്പോൾ ചോദിക്കും ഇത് ആരെഴുതിയതാണെന്ന് ചോദിച്ചു. വിചാർ ഓർ വിതർക്ക് അല്ലെ വിചാർ ഓർ വിവേചൻ ഇത് ആരുടെയാണെന്ന് ചോദിക്കും. ഇപ്പം കൺഫ്യൂസ് ആവും. നഗേന്ദ്ര ആണോ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ വിചാർ ഓർ വിതർക്കാണ് ഇയർ 1954. പിന്നെ സാഹിത്യക സാഥി 1955. അത് കഴിഞ്ഞ് വിചാർ പ്രവാഹ്, അദ്ദേഹത്തിൻ്റെ വിചാർ കൂട്ടിയുള്ള 2 ഉണ്ട്, നഗേന്ദ്രനും ഉണ്ട്. വിചാർ പ്രവാഹ് 1959. പിന്നെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പറഞ്ഞാൽ കുട്ടച്ച് 1964. പിന്നെ ആലോക് പർവ്. അത് കഴിഞ്ഞ് വിഷ് കെ ദന്ത്. ആലോക് പർവ്, വിഷ് കെ ദന്ത്. പിന്നെ അദ്ദേഹം കുറേ സംപാദനം ചെയ്തിട്ടുണ്ട് കുറേ പേരുടെ കൂടെ ചേർന്ന്, അല്ലെങ്കിൽ പഴയ പുരാതനമായ രചനകൾ. നമുക്കിപ്പം ഹിന്ദി സാഹിത്യത്തിൻ്റെ കാര്യം അറിയാമല്ലോ. നമുക്ക് എന്താ പറയുക, പഴയ കുറേ രചനകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഭാഗികമായിട്ടൊക്കെയാണ് കുറേ രചനകളൊക്കെ പണ്ടത്തെ ആദ്യകാലിലെ മധ്യകാലിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ പണ്ടത്തെ ഒരു 20ാം നൂറ്റാണ്ടിലെ ഒരു പകുതി വരെയുള്ള സമയത്ത് രാഹുൽ സാങ്കൃത്യായൻ, ശുക്ലജി, ഹസാരി ദ്വിവേദി ഇവരൊക്കെ ഓരോ പഴയ കൊട്ടാരങ്ങൾ, നമ്മുടെ ഓരോ റെക്കോർഡ്സ് ഒക്കെ തപ്പി ഈ പഴയ കവികളുടെ ഇവരുടെ പേരൊക്കെ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെയിലൊക്കെ അവരുടെ സിഗ്നേച്ചറൊക്കെ കിട്ടും. അപ്പം ഇത് ഇവരുടെ രചനയാണെന്ന് മനസ്സിലാകും. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഇവരുടെ പേരിൽ ഇറക്കും. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഹസാരി ദ്വിവേദി കുറേ പേരുടെ രചനകൾ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് സംക്ഷിപ്ത് പൃഥ്വിരാജ് രാസോ, ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മുടെ നാംവർ സിംഗ് അല്ല, രാംവിലാസ് ശർമ്മയുടെ കൂടെ ഇറക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വേറൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്തായാലും സംക്ഷിപ്ത് പൃഥ്വിരാജ് രാസോ. പൃഥ്വിരാജ് രാസോ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി സാഹിത്യത്തിലെ ഏറ്റവും വിവാദാസ്പദമായ പുസ്തകം. നമ്മുടെ ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നാണ് പലരും പൃഥ്വിരാജ് രാസോയെ പറ്റി പറയുന്നത്. പക്ഷേ പലരും പറയുന്നത് അതൊരു ഫേക്ക് ഇതാണ്. അതായത് അത് ട്രൂ സ്റ്റോറി ആയിട്ട് പറയുന്നതാണ്. അതായത് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ്റെ ദർബാർ കവിയായ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ചൗഹാൻ്റെ ദർബാർ കവിയായ ഇതെഴുതിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, പൃഥ്വിരാജ് രാസോ അദ്ദേഹം എഴുതിയത് എന്താ പറയുന്നത്, ട്രൂ സ്റ്റോറി. ഇതെല്ലാം പൃഥ്വിരാജ് ചൗഹാൻ്റെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ കവി കണ്ട് വിറ്റ്നസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എഴുതിയതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ പിന്നെയുള്ള റിസർച്ച് കുറേ എന്താ പറയുന്നത് കണ്ടുപിടിച്ചത് എന്താണ്, ഇതെല്ലാം ഫേക്കാണ്. കാരണം കുറേ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ പൃഥ്വിരാജ് രാസോ ഇപ്പോഴും വിവാദാസ്പദമായൊരു പുസ്തകമാണ്. പക്ഷേ അത് നമ്മൾ പ്രാമാണികമായിട്ട് നമ്മളിപ്പോൾ പഠിക്കാനൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പലരും പല എഡീഷൻസ്, നമ്മുടെ 6 എഡീഷൻ കണ്ടുണ്ട് പൃഥ്വിരാജ് രാസോയുടെ. അതിലേതാണ് കറക്റ്റ് ഒറിജിനൽ, പിന്നെ ഏതിലാണ് പിന്നെ വന്ന കവികൾ സാധനങ്ങൾ കൂട്ടിച്ചേർത്തതെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം പൃഥ്വിരാജ് രാസോയുടെ സംക്ഷിപ്തമായ ഏറ്റവും ഷോർട്ടായിട്ടുള്ള വേർഷൻ സംവാദം ചെയ്ത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് 1957. പിന്നെ നാദ് സിദ്ദോക്കി ബാനിയ 1957 തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനാണ് അദ്ദേഹത്തിന് 1973 സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്. നാദ് സിദ്ദോക്കി ബാനിയ 1957. അത് കഴിഞ്ഞ് രാമാനന്ദ് കി ഹിന്ദി രചനായി 1957. അത് നേരത്തെ പറഞ്ഞു, ആകാശ് ധർമ്മ ആചാര്യന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ച തുളസീദാസിൻ്റെയൊക്കെ തലമൂത്ത സന്തായ രാമാനന്ദിൻ്റെ ഹിന്ദി രചനകൾ അദ്ദേഹം കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തു 1957. പിന്നെ സന്ദേശ് രാസക്, അബ്ദുൾ റഹ്മാൻ്റെ സന്ദേശ് രാസക് 1960. ഇതൊന്നും ഒറിജിനൽ രചനകളല്ല, പബ്ലിക്കേഷൻസ് ആണ്, സമ്പാദനമാണ്. പിന്നെ സിഖ് ഗുരുവോക്ക പുണ്യസ്മരൺ 1979. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ രചനയാണ് സിഖ് ഗുരുവാക്ക പുണ്യസ്മരൺ. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഒരെണ്ണം കൂടെ ഉണ്ട്, മഹാപുരുഷോക്ക സ്മരൺ 1977. ഈ 2 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്തിരിക്കാൻ നല്ലതാണ്. പിന്നെ അദ്ദേഹം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം ശാന്തിനികേതനിൽ കുറേ നാൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രവീന്ദ്രനാഥ്
ഠാക്കൂറിൻ്റെ ജീവൻ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മൃത്യുഞ്ജയ രവീന്ദ്ര 1963. മൃത്യുഞ്ജയ രവീന്ദ്ര 1963. ചിലയിടത്ത് ഇതിൻ്റെ വർഷം 1970 ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയ വർഷം 1963 ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ സിംഗിൾ ലളിത നിബന്ധകളുണ്ട്. ഇതിൽ നമുക്ക് സിലബസിൽ എനിക്ക് തോന്നുന്നു നാഖൂൻ ക്യൂ ബഡ്ത്തെ ഹേ പഠിക്കാനുണ്ടെന്നാണ് തോന്നുന്നു. അപ്പം നാഖൂൻ ക്യൂ ബഡ്ത്തെ ഹേ അത് കൽപ്പലതയ്ക്കകത്തെയാണ്. നാഖൂൻ ക്യൂ ബഡ്ത്തെ ഹേ ഉണ്ട്, ദേവദാരു, വസന്ത് ആ ഗയാ ഹേ, മേരി ജന്മഭൂമി, ഘർ ജോഡനെ की माया, वर्षा धनपति से घनश्याम तक, शिरीष के फूल, हिंदी भक्ति साहित्य, अवतारवाद, हमारी संस्कृति और साहित्य का संबंध, आप फिर बौरा है. ഇത്ര എണ്ണമാണ് അദ്ദേഹത്തിൻ്റെ സിംഗിൾ എസ്സേസ്. നാഖൂൻ ക്യൂ ബഡ്ത്തെ ഹേ, ദേവദാരു, വസന്ത് ആ ഗയാ ഹേ, മേരി ജന്മഭൂമി, ഘർ ജോഡനെ की माया, वर्षा धनपति से घनश्याम तक, शिरीष के फूल, हिंदी भक्ति साहित्य, अवतारवाद, हमारी संस्कृति और साहित्य का संबंध, आप फिर बौरा है. ഇത് മാത്രമല്ല ഒത്തിരി ഉണ്ട്, ഫേമസ് എണ്ണമാണ് ഇത്ര എണ്ണമൊക്കെ. ഇതിൻ്റെ അകത്ത് നാഖൂൻ ക്യൂ ബഡ്ത്തെ ഹേ, ദേവദാരു ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഖൂൻ ക്യൂ ബഡ്ത്തെ ഹേ സിലബസിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് ഏത് സംഗ്രഹത്തിൽ നിന്നാണ് വന്നത്, കൽപ്പലത, അതൊക്കെ പഠിക്കാനും നാഖൂൻ ക്യൂ ബഡ്ത്തെ എല്ലാവരും വായിക്കേണ്ടതാണ്. ഒത്തിരി വലുതൊന്നുമല്ല, പക്ഷെ നല്ല രസമുള്ള വായിക്കാൻ. അപ്പോൾ ഒരു ലളിതബദ്ധ എന്താണെന്ന് അത് വായിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ല സുന്ദരമായിട്ട് എഴുതിയിരിക്കുന്ന രചനയാണ്. പിന്നെ അദ്ദേഹത്തിന് 4 ഉപന്യാസമാണ്. അതിലൊരു ഉപന്യാസവും സിലബസ് പഠിക്കാനുണ്ട്, ബാണഭട്ട് കി ആത്മകഥ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഉപന്യാസമാണ്, 1946 എഴുതിയ ഉപന്യാസം. ഇതിന് ക്ലാസിക്കൽ ഉപന്യാസം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സ്റ്റോറി 7th സെഞ്ചുറിയാണ്, 6ാം നൂറ്റാണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ, ഇദ്ദേഹം നമ്മുടെ ശാന്തിനികേതനിൽ വർക്ക് പഠിപ്പിക്കുമായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഒരു യൂറോപ്യൻ വനിത, കാതറിൻ എന്നങ്ങാണ്ട് പറഞ്ഞു, യൂറോപ്യൻ വനിത ഈ നമ്മൾ പുരാവസ്തു കളക്ഷനൊക്കെ ആയിട്ട് ഭാരതത്തിൽ അന്ന് കുറേ വരുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ അവർ നമ്മുടെ ഹരിപ്രസാദ്ജിയുടെ അടുത്ത് പുള്ളി പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചെന്ന് ഒരു ഗ്രന്ഥം കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഏതോ ഒരു കൊട്ടാരം തപ്പിയപ്പോൾ കിട്ടിയതാണ് ഹർഷവർദ്ധൻ, ഹിന്ദു രാജാക്കന്മാരിലെ അവസാനത്തെ ശ്രേഷ്ഠനായ രാജാവ് ഹർഷവർദ്ധൻ്റെ കൊട്ടാര കവിയായ ബാണഭട്ടിൻ്റെ ആത്മകഥയാണെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടുന്ന് ഒരു കൊട്ടാരം തപ്പിയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുറേ ഒരു ഗ്രന്ഥങ്ങൾ, ആത്മകഥ കൊണ്ടുകൊടുത്തു. ഭാഗികമാണോ ഫുള്ളുണ്ടോ എന്ന് നമുക്കറിയില്ല, കൊണ്ടുകൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് അവർ പറഞ്ഞു, ഈ വനിത പറഞ്ഞു, എനിക്കിതൊന്നും പബ്ലിഷ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, താങ്കൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞ് ഹരിപ്രസാദ് ദ്വിവേദിയെ കൊണ്ടുകൊടുത്തു. എന്നിട്ട് പുള്ളി അതൊരു നോവലാക്കി, ബാണഭട്ട് കി ആത്മകഥ. കുറേ കുറേ ഫിക്ഷൻ ചേർത്ത് ഇറക്കിയതാണ് ബാണഭട്ട് കി ആത്മകഥ. ഫേമസ് നോവലാണ്. പറയപ്പെടുന്നത് ശരിക്കും ഇത് ഒറിജിനൽ ബാണഭട്ടിൻ്റെ ആത്മകഥയല്ല. ഈ വനിത, യൂറോപ്യൻ വനിത, അവർ തന്നെ ഫേമസ് ആവാൻ വേണ്ടി അവർ തന്നെ എഴുതി ഈ പുള്ളിക്ക് സൂത്രപരമായിട്ട് ഹരിപ്രസാദ് ദ്വിവേദിക്ക് കൊടുത്തു, പുള്ളിയെ കൊണ്ട് പബ്ലിഷ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ പറയും. നമുക്കറിയില്ല സത്യാവസ്ഥ. എന്തായാലും പഠിക്കാനുണ്ട്, സിലബസിലുണ്ട്. ക്ലാസിക്കൽ ഉപന്യാസമാണ്, അത്യാവശ്യം ഇല്ലാന്ന് തോന്നുന്നു. അതിൻ്റെ പശ്ചാത്തലം പഠിക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഉപന്യാസമാണ് ഓരോ കാലഘട്ടം തന്നു. ഇത് ഏത് കാലഘട്ടത്താണ്, ഏത് ഉപന്യാസമാണ് സെറ്റ്, ഇവരുടെ ബാക്ക്ഡ്രോപ്പ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ബാണഭട്ട് കി ആത്മകഥ 7ാം നൂറ്റാണ്ടാണ്. ഞാൻ നേരത്തെ 6ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു, 7ാം നൂറ്റാണ്ട്. അപ്പോൾ അത് 600 തൊട്ട് 700 വരെ. അപ്പോൾ അതിൻ്റെ വിഷയം അതൃപ്തമായ പ്രേമം, അതായത് ഇൻകംപ്ലീറ്റ് ലവ്, പിന്നെ നാരിമുക്തി, പിന്നെ നാരി നിയതി, വനിതകളുടെ എന്താ പറയുന്നത്, ഫെയ്റ്റ്, നിയതി, അതൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബാണഭട്ടിൻ്റെ ആത്മകഥയായിട്ട് ബാണഭട്ട് പറയുന്നതാണ്, പക്ഷേ അതിനകത്ത് കുറേ സെൻട്രലായിട്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് കുറേ ഉള്ളത്. ബാണഭട്ട് രാജ ഹർഷവർദ്ധൻ്റെ കൊട്ടാര കവി, അപ്പോൾ ഹർഷവർദ്ധനും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഹർഷവർദ്ധൻ്റെ സിംഹാരോഹണം, അങ്ങനത്തെ കുറേ എന്താ പറയുന്നത് പ്രസംഗങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ആരംഭിക് അംശ്, അതായത് ഇത് പണ്ടത്തൊക്കെ നോവൽ മിക്കപ്പോഴും വീക്ക്ലി ഒക്കെ ആയിട്ടാണ് ആദ്യമൊക്കെ ഓരോ പത്രികകൾ വന്നുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് കുറേ ഹിന്ദി പത്രികകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ആരംഭിക് അംശം വിശാൽ ഭാരത്, ബനാറസിദാസ് ചതുർവേദി, ഹിന്ദി പത്രകാരിതയുടെ പിതാമഹനായ ബനാറസിദാസ് ചതുർവേദി നടത്തിക്കൊണ്ടിരുന്ന വിശാൽ ഭാരത് പത്രികയിലാണ് ഈ ഉപന്യാസം ആദ്യമായിട്ട് അടിച്ചു വന്നത്. ഫുള്ള് വന്നില്ല, കുറച്ച്. അത് കഴിഞ്ഞ് പിന്നെ ബുക്കാക്കിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഗുപ്ത സാമ്രാജ്യക്ക പതനുണ്ട്. അത് കഴിഞ്ഞാണ് ഹർഷവർദ്ധൻ വരുന്നത്. ഹൂൺ ആക്രമൺ, ഇന്ത്യയിൽ ഹൂണന്മാർ ആക്രമിക്കുന്നതിൻ്റെ ചിത്രണമുണ്ട്. ഹർഷവർദ്ധൻ ക രാജ്യാരോഹൺ, അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ഒരു ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്ന കഥകൾ. അതിൻ്റെ ക്യാരക്ടേഴ്സ് പഠിക്കേണ്ടതാണ്. ഉപന്യാസം വായിക്കാൻ പറ്റിയില്ലേ പോലും നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പഠിച്ചു വയ്ക്കുക, ജനറൽ സ്റ്റോറി എന്താണെന്ന് അറിയുക, പബ്ലിഷ് ചെയ്ത വർഷം അറിയുക, ആരാണ് പബ്ലിഷ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ബാണഭട്ട് ഓബ്വിയസ്ലി, പിന്നെ ഭട്ടിനി നായികയാണ്, അല്ലെങ്കിൽ ചന്ദ്രദീദി, 2 പേരുണ്ട്, ഭട്ടിനി അല്ലെ ചന്ദ്രദീദി, ബാണഭട്ടിൻ്റെ പ്രേമികയാണ്. അത് അതൃപ്ത പ്രേമമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിപുണിക,
വേറെ ക്യാരക്ടറാണ്. പിന്നെ കുറേ ജോഡികളുണ്ട്. അഘോര ഭൈരവ് മഹാമായ ഒരു ജോഡി, വിരതിവ്രജ് സുചരിത, വിരതിവ്രജ് സുചരിത അടുത്ത ജോഡി. പിന്നെ വ്യോംകേഷ് ശാസ്ത്രി മിസ് കാതറിൻ ഉണ്ട്. ഇത്രയും പേരുടെ പേര് ആയിട്ട് സാമ്യമില്ലാത്ത പേര്. കാരണം ഇത് ഈ വ്യോംകേഷ് ശാസ്ത്രി ആചാര്യ പ്രസാദ് ദ്വിവേദി തന്നെയാണ്, മിസ് കാതറിൻ ആണ് ഇവർക്ക് ഈ ഗ്രന്ഥം കൊണ്ട് കൊടുത്ത വനിത. അപ്പോൾ ഇവരെ കൂടെ ആചാര്യ പ്രസാദ് ദ്വിവേദി ഈ എന്താ പറയുന്നത് ഉപന്യാസത്തിലേക്ക് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. അപ്പം ഇവർക്കിങ്ങനെ ആ കോണ്ടെക്സ്റ്റ് തന്നെ ഇവർക്ക് കൊണ്ടുതരുന്നു. വ്യോംകേഷ് ശാസ്ത്രി ബാണഭട്ടിന്റെ ആത്മകഥയായിട്ട് എഴുതുന്നു. അതുപോലെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അപ്പം ഇവരെ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. പിന്നെ അതാണ് ബാണഭട്ടിക്ക് ആത്മകഥ. ഇപ്പോൾ സിലബസിലുണ്ട്, സമയമുള്ളവർ വായിക്കുക, അല്ലാത്തവർ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പേരെങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ഉപന്യാസം ചാരു ചന്ദ്രലേഖ 1963. അപ്പോൾ ഇത് ഒരു അദ്ദേഹത്തിൻ്റെ ഫെയിൽ ആയിട്ടുള്ള ഒരു ഉപന്യാസമാണ് ചാരു ചന്ദ്രലേഖ. ആദ്യത്തെ ഭയങ്കര സക്സസ്ഫുൾ ആയി, രണ്ടാമത് എഴുതി. പക്ഷെ അദ്ദേഹം ഒരു ഉപന്യാസക്കാർ എന്നുള്ള ഒരു രീതിയിൽ അത്ര ഒരു പ്രബലമായ മനുഷ്യനല്ലായിരുന്നു. കാരണം കൂടുതലും ലളിത നിബന്ധക്കാർ ആലോചക എന്നുള്ള ഫെയിലാണ്, ഉപന്യാസങ്ങൾ അത്രയ്ക്ക് പോരാ. എന്തായാലും അതിൻ്റെ ഒരു അഭിപ്രായമാണ് ചാരു ചന്ദ്രലേഖ 1963. ഇതിൻ്റെ കഥ നടക്കുന്നത് 13-ാം നൂറ്റാണ്ടാണ്, 1200 തൊട്ട് 1300 വരെ സമയം. ഇതിൻ്റെ ആരംഭിക അംശം പബ്ലിഷ് ചെയ്തത് ഹൈദരാബാദിലെ കൽപ്പന പത്രിക, വളരെ ഇമ്പോർട്ടൻറ്റ് പത്രികയാണ്. ഹൈദരാബാദിലെ കൽപ്പന പത്രികയിലാണ് ഇതിൻ്റെ ആരംഭിക അംശം. 1959 ഇത്, അതായത് ബുക്ക് ആകുന്നതിന് മുമ്പ് 59 കൽപ്പന പത്രികയിൽ ഇത് പബ്ലിഷ് ചെയ്തു. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദില്ലി സൽത്തനത്ത് ആരംഭം, ദില്ലിയിൽ സുൽത്താൻ ഭരണം ആ ഒരു സമയമാണ്, 1200 ആ ഒരു സമയത്തിൻ്റെ ചിത്രണമാണുള്ളത്. പിന്നെ 13-ാം നൂറ്റാണ്ടിലെ ഭാരത് കാ ചിത്രണം ഊഹിക്കാമല്ലോ, അത് ആ സമയത്തെ കണ്ടംപററി ആയ ഭാരതത്തിൻ്റെ ചിത്രണം. കുറേയൊക്കെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, കുറേയൊക്കെ ഫിക്ഷൻ. പിന്നെ ദേശ് കെ ഉത്തരീ ഭാഗമേ വിദേശി ആക്രമണമുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് രാജാ സാത്വാഹൻ, റാണി ചന്ദ്രലേഖ, പേര് വന്ന അതുകൊണ്ടാണ്, മൈന, ഇവരാണ് ഈ 3 പേരാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. രാജാ സാത്വാഹൻ, റാണി ചന്ദ്രലേഖ, മൈന. ഈ രാജാ സാത്വാഹൻ ഒരു വലിയ കവിയാണ്, അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ആരി ശബ്ദശതി എഴുതി അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കവിയാണ്, ഒരു രാജാവും കൂടെയാണ്. ഇപ്പോൾ ഒരു ഉള്ള ക്യാരക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഉപന്യാസം ഇത് തന്നെയാണ്, ഹിസ്റ്ററിയെ ബേസ് ചെയ്താണ്. പക്ഷേ അതിനകത്തുള്ള ഫിക്ഷനും ഉണ്ട്, ഐതിഹാസിക ഉപന്യാസമാണല്ല. പക്ഷേ ഈ രചന ഫെയിലായി പോയി. അപ്പോൾ ഇതിനെ ഒരു പൊട്ടിയ കണ്ണാടി, ഏ രചന എക് ടൂട്ടാ ദർപ്പൺ ഹേ എന്നൊരു ആലോചക് പറഞ്ഞു, ദേവിശങ്കർ അവസ്ഥിയാണ് പറഞ്ഞത്. ചാരു ചന്ദ്രലേഖ എക് ടൂട്ടാ ദർപ്പൺ ഹേ. കാരണം ടൂട്ടാ ദർപ്പൺ എന്താണ്, കുറേ ക്രാക്കൊക്കെയുള്ള കണ്ണാടി. അപ്പോൾ അതായത് കുറേ പ്ലോട്ട് ഹോൾസ് ഉണ്ട്, കുറേ വലിച്ചു നീട്ടി ആവശ്യമില്ലാത്ത കുറേ ഇവൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് ടൂട്ടാ ദർപ്പൺ ഹേ എന്ന് പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ ഉപന്യാസ് ചാരു ചന്ദ്രലേഖ 1963. മൂന്നാമത്തെയാണ് പുനർനവ 1973, 10 വർഷം കഴിഞ്ഞ്. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ സൂഫി കാവ്യങ്ങൾ എന്താണെന്ന് നമുക്ക് വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. സൂഫി കാവ്യമായ അതിൻ്റെ അകത്ത് ഫേമസ് ആയ ചന്ദായൻ എന്ന് പറഞ്ഞ സൂഫി കാവ്യത്തിൻ്റെ കഥയാണ് അദ്ദേഹം ഉപന്യാസമായിട്ട് അഡാപ്റ്റ് ചെയ്തു. ലോറിക്കും ചന്തയുടെയും കഥയാണ് ചന്ദായൻ. അപ്പോൾ ആ പുനർനവയുടെ കഥ അത് തന്നെ, നായകൻ ലോറിക്, നായിക ചന്ത. ഇതിൻ്റെ അകത്ത് ഇവരുടെ കഥ മാത്രമല്ല, കാളിദാസ് ക ജീവൻ ഏവം സാഹിത്യം കൂടെയുണ്ട്. അപ്പോൾ കാളിദാസിൻ്റെ കഥയും കൂടെയുണ്ട്. പിന്നെ ഗൗണരൂപത്തിൽ, അതായത് കുറച്ചൊക്കെ അവിടെ ഇവിടെയായിട്ട് ഗുപ്ത സമ്രാട്ട് സമുദ്രഗുപ്ത് കാ ചിത്രൻ. അപ്പം ഇത് ഓർക്കുക, ഇത് 6-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു ബാക്ക് ഡ്രോപ്പാണ്. ചന്ദായനുണ്ട്. പക്ഷേ ലോറിക് ചന്തയുടെ കഥ നമുക്ക് 6-ാം നൂറ്റാണ്ട് മുമ്പാന്ന് തോന്നുന്നു. കാളിദാസും അതിനു മുമ്പാണ്. ഗുപ്ത സാമ്രാജ്യവും 6-ാം നൂറ്റാണ്ട് മുമ്പാണ്. അപ്പോൾ അപ്പോൾ ഇതാണ് ഒരു, നമ്മളിപ്പം ക്രോണോളജിക്കലി നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന സെറ്റിങ്. ഇത് കഴിഞ്ഞ് ഇത്രയും നോക്കിയാൽ ഇതാണ് ആദ്യം വന്നത്. അപ്പോൾ സൂഫി കാവ്യ ചന്ദായനിലെ കഥയാണ്, കൂടെ കാളിദാസിന്റെ കുറച്ച് കഥയുണ്ട്, പിന്നെ സമുദ്രഗുപ്തിന്റെ കുറച്ച് വർണ്ണനമുണ്ട്. പിന്നെ ലാസ്റ്റ് ഉപന്യാസ് അനാംദാസ് കാ പോഥ 1976. ഞാൻ നേരത്തെ പറഞ്ഞ് പുനർനവയാണ് ഏറ്റവും ആദ്യം ക്രോണോളജിക്കലി വരുന്നത്, പക്ഷേ അനാംദാസ് കാ പോഥയാണ്. സോ എനിക്ക് മാറിപ്പോയതാണ്. ഇതിന് വേറൊരു പേരുണ്ട്, അഥരൈക്വ് ആഖ്യാൻ. ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടറിന്റെ പേര് റൈക്വ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഥരൈക്വ് ആഖ്യാൻ എന്ന് വേറൊരു പേരുള്ളത്. അന്നത്തെ സമയത്ത് പല ഉപന്യാസങ്ങൾക്ക് 2ാമത് പേരുണ്ട്, 2 പേരുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു പേര് അഥരൈക്വ് ആഖ്യാൻ, അനാംദാസ് കാ പോഥ, അനാംദാസിന്റെ ബുക്ക് എന്ന ഒരു മീനിങ് ആണ്, ഗ്രന്ഥം എന്നുള്ള മീനിങ് ആണ്. 1976. ഇതിന്റെ സമയം എന്ന് വെച്ചാൽ ഉപനിഷത്ത് കാലമാണ്. നമുക്ക് ഉപനിഷത്ത് കാലത്തെ പറ്റി ഹിസ്റ്ററിക്കലായിട്ട് ഒത്തിരി ഒന്നും അറിയില്ല, അപ്പം കൂടുതൽ ഫിക്ഷനാണ്. പക്ഷെ ആ ഉപനിഷത്തുകളിലെ കഥയാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഉപനിഷത്ത് കാൽ കാ ചിത്രണമാണ്. ഇതിൻ്റെ അകത്ത് 2 ഉപനിഷത്തുകളിലെ കഥയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏതൊരു നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് ചാന്തോക്യം, 2 ബൃഹദാരണ്യം. ചാന്തോക്യം, ബൃഹദാരണ്യം, ഈ 2 ഉപനിഷത്തുകളിലെ കഥ എടുത്താണ് അനാംദാസ് കാ പോഥ എഴുതിയിരിക്കുന്നത്. ചാന്തോക്യം,
ബൃഹദാരണ്യം. ഇതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സാണ് രൈക്വ്, ജപല, ജനരുതി, അരുന്ധതി, ഋജുക, ഭഗവതി, ഋതുംബര. രൈക്വ്, ജപല, ജനരതി, അരുന്ധതി, ഋജുക, ഭഗവതി, ഋതുംബര. കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുറേ ഒരു ഏൻഷ്യൻ നെയിംസ് ആണ്. ഉപനിഷത്ത് കാലാണ്. അപ്പം അനാംദാസ്കബോധ ഉപനിഷത്ത് കാല്, പുനർനവ 3ാം സെഞ്ചുറി ആണെന്ന് തോന്നുന്നു, ബാണഭട്ടികാത്മക 6ാം സെഞ്ചുറി, ചാരുചന്ദ്രലേഖ 13ാം സെഞ്ചുറി. ഇപ്പം ഈ ഒരു ഓർഡർ എങ്ങനെ ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയ അറിയാമല്ലോ, ഇങ്ങനെ എഴുതാൻ പറ്റുന്നതാണ്. അത്രയാണ് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ. ഉപന്യാസമായി, സമ്പാദനായി, ആലോചനയായി, നിബന്ധമായി. പിന്നെ ലേഖനം അവിടെ ഇവിടെ കുറേ എഴുതിയ ലേഖനങ്ങളാണ്. പിന്നെ നാടകം, കവിത അങ്ങനെ ഇദ്ദേഹം എഴുതിയിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ കോട്ട്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ നോട്ട്സൊക്കെ നോക്കി കുറച്ച് കോട്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും കൂടുതൽ കിട്ടുന്ന അടുത്ത വീഡിയോയിലൊക്കെ പറയാം. ഇപ്പം എന്തായാലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോട്ട്സ് ഉണ്ട്. അദ്ദേഹം നിബന്ധിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, निबंध व्यक्ति की स्वाधीन चिंता की उपज है. निबंध व्यक्ति की स्वाधीन चिंता की उपज है. Essays are the result of the free thought of a person. അതാണ് നിബന്ധ വ്യക്തിക്ക് സ്വാധീൻ ചിന്താക്കി ഉപജ്. നിബന്ധിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അത് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. വേറൊന്ന് ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് വേണേൽ പറയാം. ഭക്തികാൽ, ഹിന്ദിയിൽ നമ്മൾ മധ്യകാലത്തെ ഭക്തികാൽ എന്നാണ് പറയുന്നത്. ഭക്തി ആന്തോളനൊക്കെ ആ സമയത്താണ് ഫേമസ് ആയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഭക്തികാലം എന്തുകൊണ്ടാണ് ആദ്യകാലിൽ നിന്ന് ഭക്തികാലിലേക്കുള്ള ട്രാൻസിഷൻ എന്ന് പല ആലോചകരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ശുക്ലജി പറയുന്നത് മുസ്ലിം ആക്രമണം, വിദേശി ആക്രമണത്തിലൊക്കെ ഭയന്ന ഹിന്ദു ജനത ദൈവത്തിൻ്റെ ചരണത്തിൽ ആശ്രയം പ്രാപിച്ചു, അതുകൊണ്ടാണ് ഭക്തിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആ പീരീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. വേറെ പറയുന്നുണ്ട്. ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത് ഭക്തി ആന്തോളൻ ഭാരതീയ ചിന്താക്ക സ്വാഭാവിക് വികാസ് ഹെ. അതായത് ഭക്തി ആന്തോളനിലേക്ക് ലീഡ് ചെയ്ത കാര്യങ്ങൾ വേറൊന്നുമല്ല, ഒരാക്രമണമൊന്നുമല്ല. കാരണം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയുടെ സ്വാഭാവികമായുള്ള നോർമലായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് അടുത്ത ഫേസ് ആണ് ഭക്തി ആന്തോളനം. അത്രേ ഉള്ളൂ. അല്ലാതെ മുസ്ലിം ആക്രമണങ്ങൾ മാത്രം കൊണ്ടല്ല എല്ലാവരും ഭക്തി ആന്തോളനിലേക്ക് തിരിഞ്ഞ്. അത് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത് ഇതൊരു നമ്മുടെ ഭാരതീയ ചിന്തയുടെ സ്വാഭാവിക് വികാസ് എന്നാണ് പറയുന്നത്. ഈ കഥൻ അദ്ദേഹം പറഞ്ഞത് ഹിന്ദി സാഹിത്യക്ക് ഭൂമിക എന്നുള്ള പ്രസംഗത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അത് നമ്മുടെ ആലോചനയ്ക്കകത്ത് പറഞ്ഞത് ഹിന്ദി സാഹിത്യക്ക് ഭൂമിക 1940. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപഭ്രംശ സാഹിത്യ ഹിന്ദി സാഹിത്യക മൂൽ രൂപ ഹെ. ഇമ്പോർട്ടൻറ്റ് കോട്ടാണ്. ഹിന്ദി സാഹിത്യം, അപഭ്രംശം ഹിന്ദി അറിയാം, ഹിന്ദിയുടെ മുമ്പ് വന്ന ഭാഷ ഹിന്ദിയുടെ. അപഭ്രംശത്തിൽ നിന്നാണ് പല ബ്രാഞ്ചസ് വന്നു, അതിൽ നിന്നാണ് ഹിന്ദി വരുന്നത്. അത് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അപഭ്രംശ സാഹിത്യ ഹിന്ദി സാഹിത്യക മൂൽ രൂപ ഹെ എന്ന് പറഞ്ഞത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ഇതും വിവാദാസ്പദമായ ഒരു കഥനാണ്. കാരണം പലരും പലത് പറയുന്നു. അപഭ്രംശ സാഹിത്യ ഹിന്ദി സാഹിത്യം വയ്ക്കാൻ പറ്റില്ല എന്ന് ശുക്ലജി പറയുന്നു. പക്ഷേ ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നു അങ്ങനെയല്ല. ഹിന്ദി സാഹിത്യ അപഭ്രംശത്തിൻ്റെ കുറേ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. നമുക്ക് ശുക്ലജിയെ പറ്റി നമുക്ക് പറയാം. അപഭ്രംശ സാഹിത്യ ഹിന്ദി സാഹിത്യക മൂൽ രൂപ ഹെ, അത് ഹസാരി പ്രസാദ് ദ്വിവേദി പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് കവി കബീർദാസ് ആണെന്ന് പറഞ്ഞു. ശുക്ലജിയുടെ തുളസിദാസ് ആയിരുന്നു. ശുക്ലജി കുറേയൊക്കെ കബീർദാസിനെ തഴഞ്ഞു, കുറേ സ്ഥലത്ത് സ്ഥാനം കൊടുത്തില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം കബീർദാസിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം കബീർദാസിനെ പറ്റി പറഞ്ഞാണ് കേട്ടിട്ടുള്ള കഥനാക്കി ഫേമസ് ആണ്. കബീർദാസ് വാണി കാ ഡിക്റ്റേറ്റർ ഹെ. കബീർദാസ് വാണി കാ ഡിക്റ്റേറ്റർ ഹെ. ഭാഷയിൽ അത്ര ഒരു ആധിപത്യം, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഭാഷയിൽ ഇത്ര ഒരു ഏകാധിപത്യം ഉള്ള വേറൊരു കവി ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹം കബീർദാസിനെ ഒരു ഡിക്റ്റേറ്റർ, ഭാഷയുടെ ഡിക്റ്റേറ്റർ അല്ലെ വാണിയുടെ ഡിക്റ്റേറ്റർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കബീർ എന്ന് പറഞ്ഞ 1940 ആലോചനാത്മക പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കബീർദാസ് വാണി കാ ഡിക്റ്റേറ്റർ ഹെ എന്ന്. അപ്പോൾ ഹസാരി പ്രസാദ് ദ്വിവേദിയെ പറ്റി മെയിനായിട്ട് ഇത്രയൊക്കെയാണ് ഇപ്പം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി കൂടുതൽ കിട്ടുന്നതും നമുക്ക് നോക്കാം. എന്തായാലും ഹസാരി പ്രസാദ് ദ്വിവേദി ആലോചകനാണ്, ലളിത നിബന്ധകാരാണ്, ഉപന്യാസക്കാരാണ്. അദ്ദേഹത്തിൻ്റെ നിബന്ധ സംഗ്രഹങ്ങളുടെ പേര് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആലോചനകളുടെ പേര് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ബാണഭട്ടിക ആത്മകഥയുടെ ക്യാരക്ടേഴ്സ്, അതിൻ്റെ വർഷങ്ങൾ, കോണ്ടെക്സ്റ്റ്, സെറ്റിങ്, അതെല്ലാം പഠിക്കണം. പിന്നെ ബാക്കിയുള്ള ഉപന്യാസം ഏതൊക്കെ സമയത്താണ് ഇറങ്ങിയിരിക്കുക എന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ നാഖൂൻ ക്യൂബടുത്തെ സിലബസിൽ ഏതാണോ പഠിക്കാനുള്ളത് ആ നിബന്ധന നിങ്ങൾ വായിക്കുക. ഒത്തിരി പാടൊന്നുമില്ല. അതിൽ നിന്ന് കൊട്ടേഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം നിബന്ധത്തിൽ നിന്ന് കുറവായിരുന്നു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രാവശ്യം ഒത്തിരി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.